ഹലോ കൂട്ടുകാരെ, ഇതുണ്ടോ ഭീമ ഗാർഡൻസ് ആലുവയിലും ഉണ്ട്. ഞാൻ അവിടുന്ന് കുറേ റോസ് മേടിച്ചേ. കണ്ടോ, നല്ല ഭംഗിയുള്ള റോസ്. പല വിലയുടെ ഉണ്ട്. 20 രൂപ മുതലുള്ള റോസയുണ്ട്. അത് നല്ല രസമാണ് കാണാൻ, നല്ല കളറ്. ₹100 5 റോസ, 20, 5, 100 രൂപ. 20 രൂപയുടെ വരെയുള്ള റോസയുണ്ട്. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് കുറേ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മാറ്റി നട്ടു. ഒരു ചെറിയ ബോട്ടിലാണ് തന്നേക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് മാറ്റി എയർപോർട്ടിൽ നട്ടു. നല്ല കളറ്. വളം മേടിച്ചു, റോസ് മിക്സ് എന്ന് പറഞ്ഞ വളം മേടിച്ചു. ധാരാളം പൂവുണ്ടായാലും ചെടികൾ തഴച്ചു വളരാൻ അരിയൊക്കെ തഴച്ചു വളരാനുള്ള ഒരു വളമുണ്ട്, റോസ് മിക്സ് എന്ന് പറഞ്ഞാൽ അത് മേടിച്ചു. കലാഞ്ചിയ മേടിച്ചു. കലാഞ്ചിയ പല കളറുണ്ട്. അപ്പോൾ ഞാൻ ഒരു കളർ കലാഞ്ചിയ മേടിച്ചു. റെഡ് കളറ് റോസ് മേടിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പം നല്ല റോസ് തന്നെ. അതുകൊണ്ട് 2-3 കളറ് മേടിച്ചു. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഭീമ ഗാർഡൻസ് ആലുവയ്ക്ക് പോകുന്ന വഴിക്കായിട്ട് ചെമ്പറുക്കി എന്ന സ്ഥലമുണ്ട്. അത് അടുത്ത ചെമ്പറുക്കി എന്ന സ്ഥലത്തിനടുത്ത്. ധാരാളം റോസപ്പൂ, പല സൈസുള്ള റോസ് ഉണ്ട്. പല വിലയുടെ ഉണ്ട്. അവിടെ തന്നെ നല്ലൊരു പേരത്തൈ നിൽക്കുന്നുണ്ട്, ജപ്പാൻ പേര വൈറ്റ്, അത് മേടിച്ചു. പിന്നെ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു പുല്ല്, അത് മേടിച്ചു. നല്ല മണമുള്ളതാണ്. വെള്ളം അനത്തി കുടിക്കാനൊക്കെ കൊള്ളാം. അത് മേടിച്ചു. പിന്നെ ഞാൻ പണ്ട് മുതലേ നോക്കി നടക്കുന്ന റോസ്മേരി അവിടെ ഉണ്ടായിരുന്നു, അത് മേടിച്ചു. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള റോസ്മേരിയെ പറ്റി അറിയാലോ, അത് മേടിച്ചു. ജപ്പാൻ പേര വൈറ്റ്. ബ്രൂട്ട് പ്ലാന്റും അവിടെയുണ്ട്. കുറേ ബ്രൂട്ട് പ്ലാന്റ് കുറച്ചേ ഉള്ളേ, മറ്റെല്ലാം പൂച്ചെടികളാണ്. റോസ്മേരി അതും മേടിച്ചു. മഞ്ഞ റോസ മേടിച്ചു. കൊണ്ടോ, നല്ല രസം കാണാൻ. മഞ്ഞ കളറല്ലേ, യെല്ലോ കളർ റോസ്. ഒരൊറ്റ കളർ മേടിക്കണമെന്നോർത്ത് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല റോസ, അതുകൊണ്ട് കുറേ മേടിച്ചു. 3-4 കളർ. 20 രൂപ മുതലുണ്ട്. ഇത് 20 രൂപയുടെ, ഇത് 150 രൂപയുടെ, 100 രൂപയുടെ ഒക്കെ. ₹20 മേടിക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പം പാപ്പ പറഞ്ഞു നമുക്ക് വലിയത് മേടിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെറുത് മേടിക്കാണ് വലിയത് മേടിക്കാം. അപ്പം വലിയത് മേടിച്ചു. അപ്പം ആഴ്ച തോറും 2-3 ദിവസം കൂടുമ്പോഴൊക്കെ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. സാഫോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേപ്പെണ്ണ, വെളുത്തുള്ളിയോ എന്തെങ്കിലുമൊക്കെ അടിക്കണം. അപ്പം കുരുടിപ്പ് രോഗം വരികയിൽ എന്നൊക്കെ നഴ്സറിക്കാർ പറഞ്ഞേ. ഇത് നല്ലൊരു ഓറഞ്ച് കളർ റോസ കണ്ടോ, അത് മേടിച്ചു. ഇത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മേടിച്ചാണ്. നല്ല കളറ്. ഇത് പല കളറായിട്ടും വരുവേ. ചിലപ്പം വെള്ള, ഇരുന്നതിന് മുമ്പിലെ ഉൾഭാഗം നല്ല ബോള് പോലെ ഇരിക്കുവേ. കണ്ടോ, ഇത്ര മേടിച്ചു ഞങ്ങൾ, 4 കളർ. കണ്ടോ, എന്നാ രസമാണ് മഞ്ഞ കളർ കാണാം അല്ലേ, യെല്ലോ കളറ്.
ഈ ഒറ്റ റോസ് മേടിക്കാനായിട്ട് പോയതാണ് ഞങ്ങൾ ആ വഴി വേറെ വഴിക്ക് പോയതാണേ. അപ്പോൾ അവിടെ കയറി മേടിച്ച. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പരിചയമുള്ള ചേച്ചി പറഞ്ഞ് 20 രൂപ മുതൽ അവിടെ റോസ് കൊടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് കാണാനും മേടിക്കാനൊക്കെ പോയതാണേ. വേറൊരു വഴിക്ക് പോയപ്പോൾ കയറിയതാണേ. റോഡ് സൈഡിൽ അതുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് റോസ് പിടിക്കലാത്ത. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പോട്ട് മാറി റീപോട്ട് ചെയ്തു. അതായത് എയർപോർട്ടിൽ നട്ടു. അവിടുന്ന് പ്ലാസ്റ്റിക് പോട്ടില്ല തന്നതേ. ഒരെണ്ണത്തിന് എയർപോർട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്ന പഠിക്കുക തന്നെ വെച്ചു. ഓറഞ്ച് കളറിനേക്കാളും എനിക്കിഷ്ടം ചുവപ്പ് കളറാണ്. ഇതാ ഭീമ ഗാർഡൻസ് കാണാം. ഇതാണ് ഭീമ ഗാർഡൻസ് ആലുവയിലും. റോഡ് സൈഡില്ല, പോകുന്ന വഴിക്ക് തന്നെയാണ്. കാർ പാർക്കിംഗ് ഉണ്ട്. ഇഷ്ടം പോലെ റോസുണ്ട്. കടലാസ് റോസ്, ബൊഗൻവില്ലിയ, വള്ളം ഒക്കെ കുറച്ചേ ഉള്ളൂ. ആന്തൂറിയം, കലാഞ്ചിയ എല്ലാം ഉണ്ട്. കലാഞ്ചിയ പല കളറ്, ജമന്തി. ഇരുപത് രൂപയുടെ റോസയും നല്ലതാണ് കേട്ടോ. 20 രൂപയുടെ ഞാനത് മേടിക്കാനാണ് പോയത്. പപ്പ പറഞ്ഞു ഇച്ചിരി വില കൂടിയത്, നല്ല മുഴുത്ത മേടിക്കാം. കണ്ടോ, ഇത്ര റോസയാണ് ഞങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വെള്ളം ഒഴിച്ചു. കണ്ടോ, ഈ പ്ലാസ്റ്റിക് ചട്ടിയിലായിരുന്നു അത്. എന്നിട്ട് എയർപോർട്ടിലൊന്ന് നടും. ഒരു ദിവസം കഴിഞ്ഞിട്ട് നടും. കണ്ടോ, നല്ല കളറല്ലേ റോസ. അതിൻ്റെ അല്ലിയൊക്കെ കണ്ട വിടർന്ന് വരുന്നുണ്ട്. റോസ് മിക്സ് എന്ന വളം മേടിച്ചു. അതിന് 95 രൂപ, 100 രൂപ എങ്ങാണ്ടാണ്. ലെമൺ ഗ്രാസ് പപ്പ മേടിച്ചതാണ്. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളം എനിക്ക് കുടിക്കാൻ നല്ല. അത് ലെമൺ ഗ്രാസ് കണ്ടിച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ 2-3 ഇട്ട് തിളപ്പിച്ച് കുടിക്കാമെന്ന് പറഞ്ഞു. ഇത് കടലാസ് റോസ, ബൊഗൻവില്ലിയ കണ്ട്. ഒരു കടലാസ് റോസയാണ്, എന്നിട്ട് പല കളറ്. കലാഞ്ചിയ, ഓർക്കിഡ്, ആന്തൂറിയം എല്ലാം ഉണ്ട്. ഇതാ റോസ്മേരിയും പേര വൈറ്റ് പേര. ഇതാണ് ലെമൺ ഗ്രാസ്. ഇതുണ്ട്, ഒത്തിരി റോസ്മേരി ഉണ്ട്. വേറെ എന്തോ ചെടിയൊക്കെ ഉണ്ട്. റോസ്മേരി ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. ഈ ചെടി കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ നല്ല കാഴ്ചയ്ക്ക് വെക്കാം അല്ലേ. ഇത് വിങ്ക റോസ്, കലാഞ്ചിയ പല കളറ്. എത്ര റോസാന്ന് നോക്കി. റോഡ് സൈഡിലാണേ. നമ്മളങ്ങനെ ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് കാണാം. ആന്തൂറിയൊക്കെ ഉണ്ട്. കണ്ട, വെള്ള റോസ്, റോസ്, ഓറഞ്ച് കളറ്, മജന്ത കളറ്. നല്ല ഭംഗിയില്ലേ കാണാൻ.
20 രൂപയുടെ റോസ്. റോഡ് സൈഡ് വെച്ചേക്കുന്നതുകൊണ്ട് കണ്ടോ, നല്ല വെയിൽ വേണേ. അപ്പം റോഡ് സൈഡ് വെച്ചേക്കുന്ന നല്ല നിറയെ പൂ കണ്ടോ. അവിടെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ലപോലെയൊന്നും വീഡിയോ എടുക്കത്തില്ല കൂട്ടുകാർ. അതിനാന്ന് ചോദിച്ചാൽ ഭയങ്കര വെയിലാണ്. വെയിൽ കാരണം അവിടെ വീഡിയോ എടുക്കാനേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ കുറച്ച് എടുത്തേ ഉള്ളൂ, ഓടിച്ച് ഇച്ചിരി വീഡിയോ എടുത്തേ ഉള്ളൂ. നല്ല വെയിൽ, അതുകൊണ്ട് കണ്ടോ തലവേദന എടുക്കും, തല പൊട്ടുന്ന വെയിൽ. ഇപ്പോഴത്തെ സമയത്ത് വെയിൽ കൊള്ളാനും പറ്റിയല്ലോ. വിങ്കാറോസ് ഉണ്ട്, പല കളർ വിങ്കാറോസ്. ഈ ചെടി നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാ റോസ് മിക്സ് കണ്ടോ. $95 എങ്ങാണ്ടാണ്, കൃത്യം ഞാൻ വില ഓർക്കുന്നുണ്ട്. എല്ലായിടും മേടിച്ചല്ലേ. ആ ചെടികൾ തഴച്ചു വളരാനും ആരോഗ്യത്തോടെ വളരാനും നിറയെ പൂവ് ഉണ്ടാകാനാണ് ആ നഴ്സറിക്കാർ പറഞ്ഞത്. ഇത് റോസിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട്, വെള്ളം താഴ്ന്നു കഴിഞ്ഞിട്ട് ചെറിയ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണില്ലേ, അതിന് 5 സ്പൂൺ ഇടാനാണ് പറഞ്ഞത്. എനിക്കത് 5 സ്പൂൺ ആദ്യമൊക്കെ ഇടാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഓരോ സ്പൂണ് വെച്ച് ഇട്ടുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി കൂടെ വലിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ ഓരോ സ്പൂൺ വെച്ച് ഇട്ടുള്ളൂ. 15 ദിവസം കൂടുമ്പോൾ ഇടാനാണ് നഴ്സറിക്കാർ പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 1 സ്പൂൺ ഇട്ടുള്ളൂ. എൻ്റെ സ്പൂൺ ഇച്ചിരി വലിയത്, അതുകൊണ്ട്. കേട്ടോ നല്ല കളറല്ലേ. കലാഞ്ചിയ തന്നെ പല കളർ അവിടെ ഉണ്ട്. റോസ്മേരിയുടെ കുറേ നാൾ കഴിഞ്ഞ് തണ്ടൊടിച്ച് നടാം. റോസ്മേരി ലെമൺ ഗ്രാസ് ഞങ്ങൾ പുല്ല് അറ്റം കണ്ടിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി വെള്ളം അനിത്തി കുടിക്കുന്നുണ്ട്. ഓരോ ചിരിച്ചേ വെള്ളത്തിയിട്ടേ. നല്ല റോസല്ലേ, 150 രൂപയുടെ റോസ്. കണ്ടോ, ഒരു ബോൾ പോലെ കണ്ട അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതെല്ലാം വിരിഞ്ഞ് വരിക, എന്നാൽ നല്ല ഭംഗിയാണ്. ഇവിടെ കണ്ട വിരിഞ്ഞ് നിൽക്കുന്ന ആ ബോളെല്ലാം വിരിഞ്ഞു. നല്ല ഭംഗിയല്ലേ കൂട്ടുകാർ ഇത് കാണാൻ. പ്ലാസ്റ്റിക് റോസ് പോലെയുണ്ടല്ലേ. കലാഞ്ചിയുടെ തണ്ട് ഒടിച്ച് നടാമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, ഇല ഒടിച്ച് നട്ടാലും പിടിക്കും എന്ന് പറഞ്ഞു. ഇല മുളച്ച് പോലെ. അതൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ റോസ് കുറേ നാൾ കഴിയുമ്പം പിടിക്കാതെ വരികയല്ലേ. അതുകൊണ്ട് ഞാൻ ഈ വളമൊക്കെ മേടിച്ച് ഒന്ന് ഇട്ട് നോക്കാൻ നോക്കുന്നുണ്ട്.
നേഴ്സറിക്കാരുടെ വീട് അടുത്ത് നേഴ്സറി നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. റോസ്മേരി ഇങ്ങനെ ഞാൻ നോക്കി നോക്കി നടക്കുമായിരുന്നു, അപ്പോഴാണ് റോസ്മേരി കിട്ടി. വലിയ ആഗ്രഹമായിരുന്നു റോസ്മേരി മേടിക്കണം, റെഡ് കളർ റോസും മേടിക്കണമെന്ന്. അത് രണ്ടും സാധിച്ചു. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം സാധിച്ചു തന്നു. അങ്ങനെ റെഡ് കളർ മേടിക്കാൻ പോയാൽ ഞാൻ എത്ര കളർ റോസ് മേടിച്ചു. അവിടെ ചെല്ലുമ്പോൾ എല്ലാം മേടിക്കണം തോന്നി. അങ്ങനെ ആലുവയിലും ഭീമ ഗാർഡൻസ് ഉണ്ട്. 20 രൂപ മുതൽ റോസും ഉണ്ട്, നല്ല റോസ്. ഇതെല്ലാം കളറല്ലേ. കലാഞ്ചി എനിക്ക് ഇഷ്ടപ്പെട്ട കളറായി റെഡ് കളർ. കലാഞ്ചിക്കും റോസ്മേരിക്കും അധികം വെള്ളം വേണ്ടെന്നാണ് നേഴ്സറിക്കാർ പറഞ്ഞത്. റോസിന് നല്ല വെള്ളം വേണം, എപ്പോഴും രാവിലെയും വൈകിട്ടും വെള്ളം വേണം. കലാഞ്ചിക്കും റോസ്മേരിക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെയിലും വേണ്ട, തണലത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഷെയ്ഡിൽ വെച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. റോസയ്ക്ക് നല്ല വെയിൽ വേണമെന്നും പറഞ്ഞു. അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് നോക്കല്ലേ പിടിക്കുമെന്ന്. നല്ലപോലെ മൊട്ടുമുണ്ട്, അധികം പൊക്കമൊന്നുമില്ല, കുറ്റിച്ച് നിൽക്കുന്നു. ഈ കളർ കണ്ടാൽ നമുക്ക് മേടിക്കാനേ തോന്നുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഏത് റോസ എടുക്കണമെന്നൊരു സംശയം, എല്ലാം വേണം തോന്നും. ധാരാളം ഇതളുകളുണ്ട്, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കൂട്ടുകാരെ. മഞ്ഞ നല്ലൊരു കളറല്ലേ. ആ 15 ദിവസം ഇനി നമുക്ക് റോസ് മിക്സ് ഇടാം. 15 ദിവസം ആകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, മേടിച്ചിട്ട് 15 ദിവസമായേ. ഇത് ഈ സ്പൂൺ എൻ്റെ കയ്യിലുള്ളതേ, അപ്പോൾ ഈ സ്പൂണിന് 1 സ്പൂൺ വെച്ചേ ഇപ്പോൾ ഇടുന്നുള്ളൂ. കണ്ടോ റോസ് മിക്സ്, നല്ല നൈസ് പൊടിയാണ്. ഞാനതൊരു പാത്രത്തിൽ പൊട്ടിച്ചിട്ട് ഇട്ട് വെച്ചു. ഈ കയ്യിൽ ഓരോ കയ്യിൽ വെച്ച് ഇടുകയാണ്, ഓരോ സ്പൂൺ. നല്ലപോലെ അടച്ചു വെക്കാം, അല്ലെങ്കിൽ മഴക്കാലം വന്നാൽ പിന്നെ പൂത്തു പോകാതിരിക്കട്ടെ, കേടാകാതിരിക്കാനേ. റോസപ്പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ 5 ഇല താഴെ വെച്ച് വെട്ടിക്കളയണം. ഇല വെട്ടിക്കളഞ്ഞാൽ മതി, മുകളിലത്തെ ഇല. ഇതുകൊണ്ടോ ഇട്ടേക്കുന്ന കണ്ടോ, വെള്ളം ഒഴിച്ചിട്ട് വെള്ളം താഴ്ന്നു കഴിഞ്ഞ് വേണം മണ്ണിൻ്റെ മേലെ ഇടാൻ. ഈ വളവേ മണ്ണിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇല്ലേ മണ്ണിലുള്ള വെള്ളം വലിച്ചെടുത്തോളൂ. ഈ വളം മണ്ണ് വലിച്ചെടുത്തോളൂ. വെള്ളമുള്ളതുകൊണ്ടേ, വെള്ളമയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞ് ചേർന്നോളും മണ്ണിലോട്ടേ. കേട്ടോ, എല്ലാത്തിനും ഇട്ടു. റോസയ്ക്ക് മാത്രമല്ല മറ്റ് ചെടികൾക്ക് ഇടാൻ കേട്ടോ. ഞാൻ കമേലിയയ്ക്ക് ഇട്ടു, കമേലിയ ചെടി കണ്ടോ അതിനിട്ടു. റോസയിലെ പൂ കൊഴിഞ്ഞു പോകാറായി, ഇനി അത് വെട്ടിക്കളയാം. 5 ഇല താഴെ വെച്ച് വെട്ടണേ. ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ ഇട്ടാൽ മതി, വെള്ളം
ഒഴിച്ച് വെള്ളം താന്ന് കഴിഞ്ഞിട്ട് ഇടാനാണ് അവർ പറഞ്ഞത്. കണ്ടോ, വെള്ളം താന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിട്ടു. അതിൻ്റെ ചുവട്ടിൽ മണ്ണിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. ചെടിയുടെ ചുവട്ടിലേ മണ്ണിൻ്റെ മുകളിലിട്ടാൽ അത് മണ്ണിലുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പം അത് അലിഞ്ഞ് ചേർന്നോളും മണ്ണോട്.